ഒരു എക്സ്ക്യൂസും കേൾക്കണ്ട. എനിക്കറിയാൻ വേണ്ടിട്ട് ചോദിക്കുക. നിങ്ങൾ പിന്നെ എന്നാ ചരക്കാനാ ഈ തോക്കും തോട്ടയും കൊടുത്ത് ഈ പോലീസുകാരെ മുഴുവൻ നിർത്തിയിരുന്നത്? പട്ടാപ്പകൽ ഒരു ചെറുപ്പക്കാരനെ കൊന്നു കൊക്കയിലെറിഞ്ഞ ഒന്നാം തരം ഒരു ക്രിമിനലാ നിങ്ങളുടെ കണ്ണുമെട്ടത്ത് നിന്ന് രക്ഷപ്പെട്ടത്. നാളെ ഞങ്ങളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന ഒരുത്തനെ കാച്ചിട്ടാവൻ പോയാൽ ആര് സമാധാനം പറയും? അവനെ പൊക്കാൻ ഇനി ഇതിലും നല്ലൊരു അവസരം കിട്ടുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾക്ക്? തോപ്പിയും കാൽച്ചായോട്ട് ഞെളിഞ്ഞു നിൽക്കുന്നു. നിങ്ങളെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ പറ. ചങ്കുറപ്പുള്ള നല്ല ആമ്പിള്ളേരെ ഇറക്കാം ഇങ്ങോട്ട്. ഞങ്ങളുടെ കൂട്ടത്തിൽപ്പെട്ട നല്ല IPS കൊച്ചന്മാരുണ്ട് സ്റ്റേറ്റിൽ. എന്നാ പറയുന്നു? നിങ്ങളുടെ വായിച്ചെത്തേണ്ട വല്ല എന്റെ മേലാകെ ചൊറിഞ്ഞു വരുന്നുണ്ട്. മിസ്റ്റർ ജോസ്, ആദ്യം എന്നെ ചീത്ത പറഞ്ഞ് സൽക്കരിച്ചത് ഒരു സ്റ്റേറ്റ് മിനിസ്റ്റർ. പ്രോട്ടോകോൾ പ്രകാരം തന്തയ്ക്ക് പറഞ്ഞാലും മടിക്കുത്തിന് കയറി പിടിച്ചാലും ഈ നക്ഷത്രം ചുമന്ന് നടക്കുന്ന ഞങ്ങൾ പോലീസുകാരത് സഹിക്കണം. അത് നിയമം, അല്ലെങ്കിൽ ഗതികേട്. വരാനിരിക്കുന്ന ഇലക്ഷനിൽ 1,000 രൂപ നോമിനേഷൻ കൊടുത്തു എന്ന് കരുതി സിവിൽ സർവീസുകാരുടെ മുതുകത്ത് ഇപ്പോഴേ കയറണ്ട. ഈ മന്ത്രി സാറ് കയറുന്നത് തഞ്ചത്തിൽ കണ്ട് പഠിക്ക്. എന്നിട്ട് ജയിച്ച് MLA കുപ്പായി ഇട്ടിട്ട് കളിക്കാം. ഇല്ലെങ്കിൽ എന്നാ ചെയ്യും? ഓടിച്ച് പല്ല് തെറിപ്പിക്കും. റാസ്കൽ. നിങ്ങൾ നോക്കിയാൽ പറ്റുന്നത് എന്താണെന്ന് എനിക്കറിയാം. ഒന്നുകിൽ ഒരു ട്രാൻസ്ഫർ, അല്ലെങ്കിൽ എന്റെ സർവീസ് ബുക്കിൽ ഒരു ബ്ലാക്ക് മാർക്ക്. ഇത് രണ്ടും കൂടി ഒരുമിച്ച് സംഭവിച്ചാലും ചെന്നിത്തലയിൽ എന്റെ റേഷൻ കാർഡിൽ നിന്ന് പേര് വെട്ടത്തൊന്നുമില്ലല്ലോ. റേഷനരിയുടെ കഞ്ഞി കുടിച്ചാലും ജീവിക്കാം സർ. 3 ദിവസത്തിനുള്ളിൽ കൊലയാളിയെ അല്ലെങ്കിൽ കൊലയാളികളെ ഞാൻ പൊതുജന മധ്യത്തിലെത്തിക്കും. അത് ജിമ്മി എങ്കിൽ ജിമ്മി. അതിനിടയിൽ ഗസ്റ്റ് ഹൗസിലും പാർട്ടി ഓഫീസിലും വിളിച്ചു വരുത്തിയിട്ടുള്ള ഈ ടോർച്ചറിംഗ് ഒന്ന് ഒഴിവാക്കി തരണം സർ, പ്ലീസ്. സിന്ധു പൊയ്ക്കോളൂ, രാവിലെ നേരത്തെ വരണം. ഗുഡ് നൈറ്റ് മാം. ഗുഡ് നൈറ്റ്. Hello. Yes. We will discuss it tomorrow. മാഡത്തിന് വേണേൽ എന്നെ അറസ്റ്റ് ചെയ്യാം. ഞാൻ അനുസരണ അവിടെ നിന്ന് തരാം. പക്ഷെ അതിനു മുമ്പ് മാഡം അറിയേണ്ട ചില സത്യങ്ങളുണ്ട്. അതറിയണം. അതറിയിക്കാനാണ് ഞാൻ വന്നത്. നിങ്ങൾ ഈ കാണിക്കുന്ന ഓവർ സ്മാർട്ട്നെസ് കൊണ്ട് പ്രശ്നങ്ങളൊക്കെ തീരും. നിങ്ങൾ രക്ഷപ്പെടുമെന്ന് കരുതുന്നുണ്ടോ? ഞാൻ രക്ഷപ്പെടില്ല. രക്ഷപ്പെടാൻ പാടില്ല. പക്ഷെ എന്റെ പിന്നാലെ ഇനി ഒരാൾ കൂടി ഈ ചെളിക്കുഴിയിൽ വീഴരുത്. ഞാനൊരു സാധാരണക്കാരനാണ്, വെറും ഒരു സാധാരണക്കാരൻ. പിന്നെയുള്ള ഈ മഹത്വങ്ങളും സൗഭാഗ്യങ്ങളും എന്റെ അംബിഷനിൽ പെട്ടതല്ല, എന്റെ മേൽ അടിച്ചേൽപ്പിച്ചതാണ്. ഇന്നലെ വരെ നിങ്ങളെ പോലുള്ളവർ അറിഞ്ഞോ അറിയാതെയോ എന്നെ ഭയപ്പെട്ടിരുന്നു, ബഹുമാനിച്ചിരുന്നു. എന്തിന്റെ പേരിൽ? കോരസാറിന്റെ പാർട്ടിയുടെ ജില്ലാ നേതാവെന്ന പേരിൽ, അല്ലെങ്കിൽ നാളെ MLA മന്ത്രിയോ ആകാൻ പോകുന്ന യുവ നേതാവെന്ന പരിഗണനയിൽ ഞാനും അത് ആഘോഷിച്ചു. ആ നാഥനില്ല കളരിയിലെ മുൻ ബെഞ്ച് സ്റ്റുഡന്റായ ഞാൻ ആരെ ഭയപ്പെടണമായിരുന്നു? എന്തിനെ ഭയപ്പെടണമായിരുന്നു? കൂടുതൽ പേരെ വിഡ്ഢിവേഷം കെട്ടിക്കുന്നവൻ ഇവിടെ കൂടുതൽ പേരുടെ നേതാവ്. ആ നേതാക്കന്മാരുടെ പിന്നാലെ അന്തവും കുന്തവും ഇല്ലാതെ ചാടി പുറപ്പെടുന്ന എന്നെ പോലുള്ളവന്റെ ഗതി ഇന്നല്ലെങ്കിൽ നാളെ ഇതാണെന്ന് ഇവിടുത്തെ പിള്ളേർ മനസ്സിലാക്കണം. പ്രസംഗിച്ച് പ്രസ്താവന ഇറക്കി ഒന്നുമല്ല, സ്വന്തം ജീവിതം ചാമ്പലാക്കി കാണിച്ചു കൊടുത്തുകൊണ്ട്. അതിന് നിയമം കയ്യിലെടുക്കാമെന്നോ? മാത്തനെ കൊന്നവരെ ചൂണ്ടിക്കാണിച്ചു തരാം. അവരുടെ വീട്ടുമുറ്റത്ത് കാൽ ചവിട്ടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? അവരുടെ പേരെന്ന് ഉറക്കെ പറയാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? പറ്റില്ല മാഡം. മനസ്സറിയാതെ പെട്ടുപോയ ഒരു മഹാപാപത്തിന് ശിക്ഷ ചോദിച്ച് ഞാൻ നിങ്ങളുടെ നിയമത്തിന് മുന്നിൽ വന്നതല്ലേ? എനിക്ക് ശിക്ഷ മേടിച്ചു തരാൻ നിങ്ങൾക്ക് കഴിഞ്ഞോ? ഇല്ല. അതുകൊണ്ട് തന്നെ ഞാൻ തീരുമാനിച്ചു, ഇനിയുള്ള ശിക്ഷയും നീതിയും ഞാൻ നടപ്പിലാക്കും. ഇതിൽ പരം എന്ത് ജനസേവനമാണ് മാഡം ഞാൻ ഈ നാട്ടിന് വേണ്ടി ചെയ്യേണ്ടത്? ഒന്നുമില്ലല്ലോ, ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനല്ലേ, ജനസേവകൻ. തിരിഞ്ഞു നോക്കുമ്പോ എനിക്ക് ഇന്നും ശരി എന്ന് തോന്നുന്ന ഒരു തെറ്റ് ഞാൻ ചെയ്തു. ഒരിക്കലും മാപ്പർഹിക്കാത്തൊരു തെറ്റ്. അത് പക്ഷെ നിങ്ങളുടെ വിവാഹം മുടക്കണമെന്നോ മഞ്ഞപത്രത്തിലൂടെ നിങ്ങളെ അവഹേളിക്കണമെന്നോ കരുതി ഒന്നും ചെയ്തതല്ല. ഒക്കെ സംഭവിച്ചു. അവിടെ ഞാനൊരു മാപ്പ് സാക്ഷിയായിരുന്നു എന്ന് മാത്രം കരുതുക. എന്നെ വിശ്വസിക്കുക. ജിമ്മി,
ഞാൻ വരും. എന്റെ ജോലികളൊക്കെ തീർത്ത് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്ന് എന്റെ കൈകൾ നീട്ടിത്തരും. എനിക്ക് വേണ്ടി മാഡം ഒരു വിലങ്ങ് കരുതി വെച്ചോളൂ. ജിമ്മി, എന്റെ കുഞ്ഞിനെ കാണണ്ട. മതിയടാ, മതി. നിന്റെ കൂടെ അധികാരമൊക്കെ മതി. ഇനിയിപ്പോ ആരുടെയൊക്കെ ശവമഞ്ച പള്ളിപ്പറമ്പിലേക്ക് എടുക്കണം. നിന്റെ പേർക്കിനി ആരൊക്കെ ചേർത്ത് വലക്കണം. മാലിക്കാരനെ പോലെ നേരം പറ്റി നടന്ന ആ പാവം മാത്രനെ കൊലക്ക് കൊടുത്തില്ലേ? കൂടെ പറഞ്ഞ പെങ്ങൾ കൊച്ചു പോയി. ഓർക്ക് വേണ്ടിയാണോ ഇതൊക്കെ? എന്തിനു വേണ്ടി? നിനക്ക് MLA ആവാനും മന്ത്രിയാവാനും ഇനി ആരൊക്കെ ചത്തു കൊടുക്കണം? അമ്മച്ചി, നീ പൊക്കോ. ഇനി ഇവിടെ നിൽക്കണ്ട. ഈവനോട് എവിടെങ്കിലും ഉണ്ടെന്നറിഞ്ഞാ മതി. എന്റെ മോനെ നീ പൊക്കോ. അന്വേഷിച്ചു. എന്നതാണോ ജിമ്മിയത്? പെങ്ങൾ കൊച്ചിന് ശവം ഇങ്ങനെ പെരുവഴിയിലും റബ്ബറിൻ തോട്ടത്തിലും ഒക്കെ വെച്ചാണോ കാണുന്നത്? തറവാട്ട് മുറ്റത്ത് കൊണ്ടുവച്ച് മാനവും മര്യാദയ്ക്ക് ഒരു ആഘോഷമാക്കടാ. കുടുംബത്തിൽ പറഞ്ഞവര് അങ്ങനെയല്ലേ വേണ്ടത്? ജോസേ, നേരവും കാലവും നോക്കാതെ വർത്താനം പറയരുത്. നോക്കി തന്നെയാണോ? ജോസൊക്കെ കൃത്യമായിട്ട് നോക്കി തന്നെയാ. ഞാനൊന്ന് വിരൽ ഞൊടിച്ചാൽ ഇവനെ ഇപ്പം ഈ നിമിഷം പോലീസ് പിള്ളേർ ഒന്ന് റാഞ്ച് എടുത്തോണ്ട് പോവും. പക്ഷേ അത് കോരസാറിനും പൗലച്ചായനും കേടാ. ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയത് നീയാണെന്ന് പോലീസ് സ്റ്റേഷൻ വരാന്തയിൽ കയറി വന്ന് മുട്ടുമടക്കി നിന്നുകൊണ്ട് നീ പറയണം, കീഴടങ്ങണം. അത് നിന്നെ കൊണ്ട് ഞങ്ങൾ പറയിക്കും, ചെയ്യിക്കും. ഇല്ല എങ്കിലുണ്ടല്ലോ നിന്റെ പെങ്ങടെ ഈ ശവം പള്ളിപ്പറമ്പിൽ കയറ്റത്തില്ല. പള്ളി സെമിത്തേരിയിൽ നടക്കാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ആച്ചിപ്രാക്കൽ മുറ്റത്ത് കിടന്ന് ഇത് പുഴുത്തു നാറും. ജോസേ, മനസ്സറിയാത്ത കുറ്റത്തിന്റെ പേരിൽ എന്റെ ജിമ്മിച്ചെന്റെ കണ്ണു നനച്ചാണ്ടല്ലോ. പൊന്നെ കഴിവറ മോനെ കുത്തി ഞങ്ങൾ കുറച്ചുപേര് ഞങ്ങളൊക്കെ ചത്ത മലിച്ചിട്ട് ഇറങ്ങിയാ മതി. നമ്മുടെ കുഞ്ഞിന്റെ കുഴിമാടത്തിൽ അവസാന കൈമണ്ണിട്ട് വരെ നീ ഒന്നിനും പോവണ്ട. മറത്തൊരു വാക്ക് പറയണ്ട. ജിമ്മി, നീ ഈ കളിക്കുന്നത് ആരോടാന്നറിയോ? എടാ, കോരസാറും പൗലച്ചായനും കൂടി കൈകോർത്ത ഈ കേരള രാജ്യം നിന്ന് കത്തും. പിന്നെ നീ ആച്ചിപ്രാക്കൻ പറഞ്ഞു കൊടുത്തല്ലേ? ഇവന്റെ ചോര കൊണ്ട് കുളിച്ചാലും നിനക്ക് നിന്റെ കോരയ്ക്ക് സമാധാനാവത്തുള്ളൂ. അവൻ വന്ന് നിന്ന് തരും. ചെന്ന് പറയാ നിന്റെ കോരയോട്, എന്റെ കുഞ്ഞു